ഒരു മിനിറ്റ്. എനിക്ക് നല്ല രീതിയിൽ പുരികം ഇല്ല. അപ്പം ഞാൻ എപ്പോഴും പുരികം ഒന്ന് വരച്ചു കൊടുക്കാറുണ്ട്. ഇപ്പോൾ എനിക്ക് ഈ വീഡിയോ എടുക്കുമ്പോൾ ഞാൻ തന്നെയല്ല എന്നുള്ളൊരു തോന്നൽ വരിക. എന്തോ ഞാനിങ്ങനെ ചെയ്തതിൻ്റെ സമയം പോകുന്നുണ്ട്. ഇവിടെ വെളുപ്പിന് 2 മണിക്ക് വന്നിട്ട് ഞാനിങ്ങനെ കിടക്കായിരുന്നു, ഉറക്കം വരാണ്ട്. എനിക്ക് തീരെ ഉറങ്ങാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഭയങ്കരമായിട്ട് ഛർദ്ദിക്കാൻ വരായിരുന്നു. എൻ്റെ ഏട്ടൻ പറഞ്ഞ് വിളിച്ചിട്ടാടി കൗണ്ടറിൽ വിളിച്ച് ചോദിച്ചു നോക്ക്, നീ വല്ല പാരഡോൾ അങ്ങനെ കിട്ടുമെന്ന് തലവേദനയ്ക്ക്. പക്ഷെ എനിക്കെന്തോ അതൊക്കെ പേടിയാട്ടോ. നമ്മളെപ്പോഴും വീഡിയോ കണ്ടിട്ടുള്ള അറിവാണേ, നമ്മളെപ്പോഴും പുരികം വരയ്ക്കുമ്പോൾ ഈ അറ്റത്ത് വരയ്ക്കാൻ പാടില്ല. ആ വരച്ചാൽ ശരിക്കും വരച്ച പോലെ തോന്നും. ഇപ്പോഴും വരച്ച പോലെ തോന്നുന്നുണ്ട്. കാട്ടാളത്തിയുടെ പോലെയായിപ്പോയി തോന്നും. സാരില്ല, ഇതൊക്കെ ഞാൻ ചെയ്യണേ എൻ്റെ സമയം പോകാനും എനിക്കൊരു സന്തോഷത്തിനും. ഓൾറെഡി സിന്ദൂരം അവിടെ ഉണ്ട്, ബട്ട് സ്റ്റിൽ നമുക്ക് കുറച്ചും കൂടി തേക്കാം. അത് പറഞ്ഞപ്പോഴാണ് എയർപോർട്ടിൽ വെച്ചിട്ട് ഒരു പുള്ളിക്കാരൻ ഫിജിയിലുള്ള ആളാട്ടോ. ആ പുള്ളിക്കാരൻ എന്നെ കണ്ടപ്പം ചോദിച്ചു, ടെമ്പിളിലാണോ ചർച്ചിലാണോ പോണേന്ന് ചോദിച്ചു. നമ്മൾ ചർച്ചിലാണ് പോണേന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു പിന്നെന്താ ഈ സിന്ദൂരട്ടയാണെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഹസ്ബൻഡിന് ഇഷ്ടമായതുകൊണ്ട് സിന്ദൂരട്ടയാണെന്ന് പറഞ്ഞു. ഹസ്ബൻഡ് ടെമ്പിളിലാണോ പോണേന്ന് ചോദിച്ചു. ഞാൻ അല്ല, ചർച്ചിൽ തന്നെയാണ് പോണേ. അപ്പോൾ അവർ പറഞ്ഞു ഗോഡ് ബ്ലെസ് യു, നീ നല്ലതാ, എന്നിട്ട് മഹാലക്ഷ്മിയുടെ ഐശ്വര്യം ഉണ്ടാവും നിനക്ക്, അങ്ങനെയൊക്കെ പറഞ്ഞു. ഓക്കെ, അപ്പോൾ നമുക്കിനി തലമുടി ഒന്ന് കെട്ടാം. ഞാൻ പറഞ്ഞില്ല അവിടെ നമുക്ക് ഒരു കോമ്പ് കിട്ടിയെന്ന്, ആ കോമ്പും എൻ്റെ സ്ലൈഡ് എടുത്തിട്ട് തരട്ടെ. അപ്പം ഞാൻ ആ കുഞ്ഞ് കോമ്പായിട്ട് തിരിച്ചെത്തിയിട്ടുണ്ടേ. എന്നെ അറിയണവർക്കൊക്കെ അറിയാം, ഞാൻ സ്ഥിരമായിട്ട് ഒറ്റൊരു ഹെയർ സ്റ്റൈലുള്ളൂ. എനിക്ക് തോന്നുന്നു ഞാൻ 7ാം ക്ലാസ്സിലാണ് എൻ്റെ ആദ്യമായിട്ട് ഇവിടെ സൈഡിൽ മുടി വെട്ടിയത്. അന്ന് മുതലേ ഈ സെയിം ഹെയർ സ്റ്റൈൽ തന്നെയാണ് കേട്ടോ. എനിക്ക് ജസ്റ്റ് മുടി ഇടയ്ക്കൊന്ന് അഴിച്ചിടാറുണ്ട്, അല്ലാണ്ട് മുടി കെട്ടി വെക്കാൻ പറഞ്ഞാൽ സെയിം ഇത് തന്നെ, വേറെ ഒന്നും എനിക്ക് അറിഞ്ഞൂടാ. സാധാരണ വീട്ടിൽ വലിയ ചീപ്പ് ഉപയോഗിച്ചിട്ടേ ഈ കുഞ്ഞു ചീപ്പ് പിടിക്കുമ്പം കയ്യിൽ ഇല്ലാത്ത പോലെ തോന്നും, അങ്ങനെ കയ്യിൽ നിൽക്കാത്ത പോലെ. മുടി കെട്ടിയോണ്ട് നിന്നപ്പോഴാണ് കണ്ടത് സ്റ്റോറേജ് ഫുള്ളായിരുന്നു. അപ്പോൾ പിന്നെ വാട്സപ്പിൽ കുറച്ച് ചാറ്റൊക്കെ അങ്ങ് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. അപ്പം സ്റ്റോറേജ് കിട്ടി. കുറച്ചും കൂടി താഴെ വന്നു, വീണ്ടും കേട്ടാ. നമുക്ക് വേറെ പണിയൊന്നുമില്ലല്ലോ. 8 മണിക്ക് ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആവുള്ളൂ. 8 മണി വരെ ഒരു പണിയുമില്ല. ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് പോകുമ്പോൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ. കഴിഞ്ഞ വട്ടം ഞാൻ പറഞ്ഞില്ലേ, കഴിഞ്ഞ വട്ടം ഇത് എൻ്റെ ഫസ്റ്റ് ടൈം അല്ല, കഴിഞ്ഞ വട്ടം ഞാൻ വന്നപ്പോഴായാലും ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഡിന്നറൊക്കെ പൊള്ളി. ഒരുപാട് വെറൈറ്റി സാധനങ്ങളുണ്ട്. പിന്നെ മലേഷ്യയിലത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരെല്ലാ ഫുഡിനകത്തും ഈ ഉണക്കമീനാന്ന് തോന്നുന്നു പൊടിച്ചിടും. ഭയങ്കര ടേസ്റ്റാണ്. ഇന്നലെ എന്നെ ഞാൻ അതിൻ്റെ ഒരു ഷോർട്സ് ഈ വീഡിയോ വരുന്നതിന് മുന്നേ അത് കിട്ടും കേട്ടോ. മലേഷ്യയിലത്തെ ഫ്ലൈറ്റിൽ നിന്ന് കിട്ടിയത് അത് ചിക്കനും ലാമ്പും ഒക്കെ ആയിരുന്നു. നോയമ്പായതുകൊണ്ട് എനിക്ക് കഴിക്കാൻ പറ്റിയില്ല, ഞാനത് മാറ്റി വെച്ചിട്ട് കഴിച്ചത്. നമ്മൾ വെജിറ്റേറിയൻ ഫുഡ് വേണമെങ്കിൽ മുന്നേ ഓർഡർ ചെയ്യണമായിരുന്നു, അത് ഞാൻ ചെയ്തില്ല, എനിക്കറിയില്ലായിരുന്നു. ഇനി നെക്സ്റ്റ് ടൈം നമ്മളിങ്ങനെ ലെൻറ്റ് സീസണിലൊക്കെ വരണമെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യണം. അപ്പം ഇപ്പോൾ പോകുമ്പോൾ കുറേ ഫിഷ് ഐറ്റംസ് ഉണ്ടാവും. ഫിഷിന് എനിക്ക് നോയമ്പില്ല. അപ്പം ഞാൻ കാണിച്ചു തരാം കേട്ടോ. കുറേ സാധനമുണ്ട്, എന്തൊക്കെയുള്ളത് ഞാൻ കാണിച്ചു തരാം. ഇവിടെ നിന്ന് മുകളിൽ നിന്ന് ലൈറ്റ് വരാനായിട്ട് അത്ര ക്ലിയർ അല്ലായിരിക്കും, എന്തോ വേറൊരു മുഖം അല്ലേ. സാരില്ല, അറ്റ്ലീസ്റ്റ് എനിക്ക് വേഗം നേരം പോകുന്നുണ്ട്, അത് തന്നെ ഒരു വലിയ ആശ്വാസം. അപ്പം നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് പോകുമ്പോൾ കാണാം കേട്ടോ. അപ്പം ബ്രേക്ക്ഫാസ്റ്റ് മുന്നേ ഇപ്പോൾ ഒരു 7:30 ആയിട്ടുള്ളൂ. അപ്പം എനിക്ക് എൻ്റെ ബാഗിനകത്ത് നിന്ന് ഇറക്കിയ സാധനങ്ങൾ ഞാനിവിടെ സെറ്റാക്കി വെച്ചു. കാണിച്ചിട്ടുണ്ടെങ്കിൽ എങ്ങാനും നമ്മൾ എന്തെങ്കിലും സാധനങ്ങൾ മറന്നു പോയാൽ പെട്ട് പിന്നെ നമുക്ക് തിരിച്ചു കയറാൻ പറ്റില്ല. വൈകുന്നേരം നമ്മൾ പോയിട്ട് കേട്ടോ. ബാക്കി
എൻ്റെ നമുക്ക് ഗാഡ്ജറ്റ്സ് എന്ന് പറയുന്ന വാച്ച് ഞാൻ എൻ്റെ കൈമ തന്നെ കിട്ടി. എയർപോർട്ട് ഞാൻ എൻ്റെ ബാഗിനകത്ത് വെച്ചു. അതുപോലെ തന്നെ പാസ്പോർട്ട് സാധനങ്ങളൊക്കെ ഞാൻ ബാഗിനകത്ത് വെച്ചു. നമ്മളിപ്പോഴും ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ തന്നെ അല്ലെങ്കിൽ തന്നെ എവിടെ പോകണമെന്നാണെങ്കിലും ഡ്രസ്സ് അറ്റ്ലീസ്റ്റ് പോയാൽ നമുക്കൊരു കുഴപ്പമില്ല, ഷൂ പൊക്കോട്ടെ കുഴപ്പമില്ല. പക്ഷെ നമ്മുടെ പാസ്പോർട്ടോ നമ്മുടെ മൊബൈലോ നമ്മുടെ എയർപോർട്ട് സാധനങ്ങൾ പോയി കഴിഞ്ഞാൽ പോയി. അപ്പോൾ അതുകൊണ്ട് നമ്മളത് എപ്പോഴും ക്യാരി ചെയ്യാൻ ശ്രമിക്കുക. ഞാൻ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് അതങ്ങനെ വെച്ചിട്ട് പോയിട്ട് ആരെയും എടുത്തുകൊണ്ട് പോയെന്ന്. നമ്മൾ ആരെയും ബ്ലെയിം ചെയ്യില്ല. പക്ഷേ ഈവെന്തോ നമ്മൾ സേഫായിട്ടിരിക്കാം. അപ്പം നമ്മളത് എപ്പോഴും ക്യാരി ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ ഫ്ലൈറ്റിൽ നിന്ന് കിട്ടിയ ഒരു ചെറിയ ബിസ്ക്കറ്റും ഒരു കുഞ്ഞു മിഠായി ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. എങ്ങാനെനിക്ക് വിശന്നാരെന്ന് വെച്ചിട്ട്. സത്യം എനിക്ക് വിശക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ നേരത്തെ കാണിച്ചു തന്നില്ലേ, അവിടെ നമുക്ക് കെറ്റിലുണ്ട്, കോഫിയോ ചായയോ എന്തെങ്കിലും ഉണ്ടാക്കാനുള്ള സംഭവമുണ്ട്. അപ്പോൾ ഒന്ന് പോയിട്ട് ഒരു കാപ്പി കുടിക്കാം. കോഫി എനിക്ക് കുറച്ചും കൂടി ഞാൻ പ്രിഫർ ചെയ്യുന്നത്. എനിക്ക് നല്ലതായിട്ട് തലവേദന എടുക്കണമെങ്കിൽ നിങ്ങൾക്ക് എനിക്ക് തോന്നുന്നു എൻ്റെ മുഖം കണ്ടാൽ മനസ്സിലാവുമായിരിക്കും തോന്നുന്നു. എനിക്ക് നന്നായിട്ട് തലവേദന എടുക്കുന്നുണ്ട്, ഛർദ്ദിക്കാനൊക്കെ വരുന്നുണ്ട്. അതും ഈ ടൈം ഡിഫറൻസോ എന്തോ. പിന്നെ ഞാൻ ശരിക്കും ഉറങ്ങിയില്ല, ഒട്ടും ഉറങ്ങാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പം ഒരു കോഫി ഉണ്ടാക്കാം, എന്നിട്ട് കാണാം കേട്ടോ. അവിടുന്ന് ഇവിടുന്നൊക്കെ ഭയങ്കരമായിട്ട് ലൈറ്റ് അടിക്കണേ ഏത് സൈഡിൽ ഫോൺ വെച്ചാലും നന്നായിട്ട് കിട്ടാന്ന് മനസ്സിലാവണില്ല. എൻ്റെ മിഞ്ചി ലൂസാണ്, അപ്പം അത് ഊരിപ്പോയിരുന്നു. അപ്പം ഞാൻ വിചാരിച്ച് അത് കൈമെടുത്തിട്ടിട്ട് അതിൻ്റെ കൂടെ നമുക്ക് നമ്മുടെ വെഡ്ഡിങ് റിങ് അങ്ങ് ഇടാമെന്ന് വിചാരിച്ചു. അപ്പം പിന്നെ അത് കാലുമൊന്നും ഊരിപ്പോവില്ലല്ലോ. ഞാൻ ഈ ടൈപ്പ് ഇവിടെ നിന്ന് കിട്ടിയ ആ ഒരു ചെറിയ ചിരിപ്പല്ലേ ഇട്ടേക്കണേ. അപ്പം ചിലപ്പം അത് ഊരിപ്പോവാൻ ചാൻസ് ഉണ്ട്. പോയി കഴിഞ്ഞാൽ കഴിഞ്ഞില്ലേ. ഞാൻ പോയിട്ട് വെള്ളം എടുത്തിട്ട് വരട്ടെ. വെള്ളം എടുത്ത് നമുക്ക് കെറ്റില്, ഇവിടെ നമുക്ക് കെറ്റിലുണ്ടല്ലോ, ഇത് വരൂല ഇങ്ങനെ. ഓക്കെ, ഇപ്പോൾ വലിച്ച് പൊട്ടിച്ചത് ഇങ്ങനെ എടുക്കേണ്ടത് വലിച്ച് നമുക്ക് ആ വെള്ളം എടുത്തിട്ട് കെറ്റിലിനകത്ത് ഒഴിച്ചിട്ട് ഞാൻ കെറ്റിലും ജസ്റ്റ് കഴുകിയായിരുന്നു. എന്നിട്ട് നമുക്ക് കോഫി ഉണ്ടാക്കാം. ഇങ്ങനെ ഒരു കുപ്പിയിലാട്ടോ അവിടെ വെള്ളം തന്നേക്കണേ, സോഡയൊക്കെ പൊട്ടിക്കണ പോലെ. നമുക്ക് ഒരു കപ്പ് കോഫിക്കുള്ളത് പോരെ. അപ്പം ഇത് നമുക്ക് വെക്കാം. ഗ്ലാസ് എടുക്കട്ടെ, ഗ്ലാസ് ഒന്ന് കഴുകാം. ഈ കളർ ഇഷ്ടമായോ? കാണാൻ പറ്റുന്നുണ്ടാവില്ല അല്ലേ? നല്ലൊരു മുടി. ക്ലാസിക് ഇൻസ്റ്റന്റ് കോഫി, ബ്രൗൺ ഷുഗർ which I need 2, ക്രീമർ. ഒരെണ്ണം യൂസ് ചെയ്ത് നോക്കാം, എന്നിട്ട് പിന്നെ കുറവുണ്ടെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം. ഇനി ഒരു ചെറിയ സ്പൂൺ എടുത്തിട്ടുണ്ട്. എല്ലാം കഴുകിയെടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്കറിയില്ലോ എന്നാ ഇത് ലാസ്റ്റ് ഇതൊക്കെ ക്ലീൻ ചെയ്ത് വെച്ചേക്കണേന്ന്. സോ ഇത് തിളക്കണ വരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ വെള്ളം തിളച്ചു. ഞാനപ്പോൾ ആദ്യം ഈ ഇൻസ്റ്റന്റ് കോഫി ഞാൻ ടിഷ്യൂ എടുക്കട്ടെ, ഇവിടെ തണുത്താക്കണ്ടല്ലോ. കോഫിയുടെ സംഭവം ഇവിടെ ഇങ്ങനെ നന്നായി തുടയ്ക്കാനായിട്ട് അങ്ങനെ തുണിയൊന്നുമില്ല. അപ്പം നിലത്ത് കളയണ്ട. ഇത് ജസ്റ്റ് കോഫി പൊടി മാത്രമേ ഉള്ളൂ കേട്ടോ. നമുക്കതിനകത്തോട്ട് ഒരു ക്രീമർ ഒഴിക്കാം. വെള്ളം തിളച്ചു കേട്ടോ. ക്രീമർ ഞാൻ ഒരെണ്ണം ഇപ്പോൾ ഇടുന്നുള്ളൂ, നമുക്ക് വേണമെങ്കിൽ ഒരെണ്ണം കൂടി ഇടാം. ഇപ്പം ഞാൻ ആലോചിക്കാം, ആ ബിസ്ക്കറ്റ് എടുത്ത് വെച്ചത് കാര്യമായി. കുറച്ച് നേരം ഞാൻ മിസ്സായിപ്പോയേ. ഞാൻ ആ കോഫി ഉണ്ടാക്കിക്കൊണ്ടിരുന്ന സമയത്ത് എൻ്റെ ഏട്ടൻ വിളിച്ചു. അപ്പോൾ വിളിച്ചിട്ട് എൻ്റെ അടുത്ത് വർത്താനം പറഞ്ഞിരിക്കുന്നു. എൻ്റെ അടുത്ത് ചോദിച്ചു എന്താ ചെയ്ത് ഇത്ര നേരം. അപ്പോൾ ഞാൻ പറഞ്ഞു ഇരിക്കുകയാണിങ്ങനെ, അപ്പം വീഡിയോ എടുക്കണ നേരം പോകണുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഒരു കൂള കാപ്പി ഉണ്ടാക്കിയിട്ടുണ്ട്. എന്താണാവോ, നമ്മൾ വീട്ടിലൊക്കെ കാപ്പിയും ചായയും നമ്മൾ ഉണ്ടാക്കുമ്പോൾ അടിപൊളിയായിരിക്കും. പക്ഷേ ഈ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഈ ഇങ്ങനത്തെ പൊടികളൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കുമ്പോൾ ഞാൻ എത്ര ഉണ്ടാക്കിയാലും ആവില്ല. എനിക്ക് ഒരു ഇത്ര വെള്ളം ഒഴിക്കാൻ പാടില്ലായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞില്ലേ നമുക്ക് ഫ്ലൈറ്റിൽ നിന്ന് കിട്ടിയൊരു ബിസ്ക്കറ്റ് പിന്നെ ഒരു ചോക്ലേറ്റ് ഉണ്ട് കയ്യിൽ. അപ്പം അത് കഴിക്കാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ ഇവിടെ 7:30 ആവണുള്ളൂ. 8:30 ആകുമ്പോഴാണ് എൻ്റെ കൂടെ ഒരു 2-3 പിള്ളേർ നമുക്ക് എയർപോർട്ടിൽ വെച്ച് പരിചയമായിരുന്നു.
അവരുടെയൊക്കെ നമ്പർ വെച്ചിട്ട് അവർക്ക് 8:30 കഴിക്കാൻ പോകാമെന്ന് പറഞ്ഞത്. അപ്പം ഞാൻ കരുതി ഇവിടെ ഇങ്ങനെ ഇരുന്ന് കാപ്പിയൊക്കെ കുടിച്ച് ഇപ്പം എൻ്റെ വീണ്ടും വിളിക്കും. ഞാൻ പറഞ്ഞു ഈ വീഡിയോ ഒന്ന് ജസ്റ്റ് ഒന്ന് എടുത്തങ്ങ് തീർത്തോട്ടെ എന്നിട്ട് വിളിക്കാമെന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് കട്ട് ചെയ്തതാണ്. അപ്പം നമുക്കിനി ബ്രേക്ക്ഫാസ്റ്റിന് പോകുമ്പോൾ കാണാം കേട്ടോ. ഞാൻ ഉറങ്ങി എഴുന്നേറ്റപ്പോഴത്തെ വ്യൂ കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ? ഇപ്പം നോക്കിയേ, നന്നായിട്ട് വെളിച്ചമൊക്കെ വന്നു, സൂര്യൻ വന്നു. പക്ഷെ ആ കോട അവിടെ തന്നെ ഉണ്ട്, അറ്റത്ത് കണ്ടോ? അവിടെ കോട നമുക്ക് കാണാൻ പറ്റുന്നത് ഇവിടെ ഇവിടെ ഇവിടെ. പക്ഷെ നല്ല രസമല്ലേ നിങ്ങൾ നോക്കാനായിട്ട്. ഞാൻ പറഞ്ഞെന്ന് തോന്നുന്നു, ഞാൻ 34ാമത്തെ ഫ്ലോറിലാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് നിങ്ങൾ നോക്കുമ്പോൾ അടിപൊളി, നല്ല വ്യൂ. അപ്പോൾ ഇതാണ് ഞാൻ ആദ്യമായിട്ട് എടുത്തിട്ട് വന്നത് കേട്ടോ. ഇത് ഞാൻ രണ്ടാമത് എടുത്തത്. അങ്ങനെ 2 പ്രാവശ്യമായിട്ട് ഞാൻ ഫുഡ് കഴിച്ചത്. ഒരുപാട് വെറൈറ്റി ഫുഡുകൾ ഉണ്ടായിരുന്നു കേട്ടോ. ഇതൊരു റൈസായിരുന്നു. അതിൻ്റെ അടുത്ത് നൂഡിൽസിനകത്ത് മെയിനായിട്ട് മീനാണ്. ഇതും സ്ക്വിഡ് സംഭവങ്ങളൊക്കെ വെച്ചിട്ടുള്ളൊരു സാലഡ് പോലെ സംഭവങ്ങളാണ്. പിന്നെ അങ്ങനെ ഒരുപാട് വിഭവങ്ങളുണ്ട് അതിനകത്ത്. നമുക്കെല്ലാം കഴിച്ചു തീർക്കാൻ പറ്റില്ല. നൊയമ്പായതുകൊണ്ട് തന്നെ ചിക്കൻ്റെ പല വിഭവങ്ങളും നമുക്ക് എടുക്കാൻ പറ്റില്ലായിരുന്നു. ഇത് പിന്നെ ഒരു ടൈപ്പ് ഓഫ് സാമ്പാർ, ചിക്കൻ കറി, ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ചിക്കൻ കറി ആണേ. പിന്നെ അതിന് കൂടെ തന്നെ ഡെക്കറേറ്റീവ് ആയിട്ടുള്ള കുറേ സംഭവങ്ങൾ വെച്ചിട്ടുണ്ട്. ഇത് റൈസ് സൂപ്പ്, കുറേ സാലഡ്സ്, പീനട്ട്സ്, മാംഗോ ജ്യൂസും ഗ്രീൻ ഗോവ ജ്യൂസും ഉണ്ടായിരുന്നു. ഇനി ഇത് ബ്രേക്ക്ഫാസ്റ്റിന് പിള്ളേർക്കൊക്കെ വേണ്ടിയിട്ടുള്ള കുറേ ചോക്കോസ് സംഭവങ്ങൾ, സാലഡിൻ്റെ തന്നെ ഒരു സ്പെഷ്യൽ ഏരിയ തന്നെ ഇവിടെ ഉണ്ടായിരുന്നു. ഇവിടെയാണ് പ്ലേറ്റും ഒക്കെ വെച്ചേക്കണേ. ഇത് സ്വീറ്റ്സിൻ്റെ ഏരിയ. ഇവിടെ എഗ്ഗ്, അവിടെ ഒരാൾ നിന്നിട്ട് എഗ്ഗ് അപ്പം തന്നെ ഉണ്ടാക്കി തരുമായിരുന്നു. പിന്നെ ഇത് ബ്രെഡ് ഐറ്റംസ്, ബ്രെഡിനുള്ള സ്പ്രെഡുകൾ വെച്ചിട്ടുണ്ട്. പല ടൈപ്പ് ഓഫ് ബണ്ണ്, കപ്പ് കേക്ക്സ്, അങ്ങനെ ഒരു ഏരിയ തന്നെ അതിന് വേണ്ടിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ ചെല്ലുന്നത് ഒരു ചിക്കൻ കറിയും പിന്നെ ഒരു റൈസ്. ആ റൈസിൻ്റെ അടുത്ത് തന്നെ വെച്ചേക്കണത് പീനട്ട്സും കുഞ്ഞ നത്തോലി, ഡ്രൈ നത്തോലിയായിരുന്നു. ഇത് ഫ്രൂട്ട്സിൻ്റെ ഏരിയ. അവിടുത്തെ ഫ്രൂട്ട്സ് ഞാൻ വീഡിയോ എടുക്കാൻ വന്നപ്പോഴേക്കും എടുത്തിട്ട് പോയായിരുന്നു, പക്ഷെ ഞങ്ങൾ കഴിച്ചായിരുന്നു. ഇത് വെജിറ്റബിളിൻ്റെ ഏരിയ. പിന്നെ ഇവിടുത്തെ ഒരു ഏരിയ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് തന്നെ വേണമെങ്കിൽ നൂഡിൽസ് ഉണ്ടാക്കി കഴിക്കാം. നമുക്ക് എന്താണോ ഇഷ്ടം നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് നമുക്ക് ഉണ്ടാക്കി കഴിക്കാം. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ മുട്ട ഉണ്ടാക്കി തരുന്നത്, അതാണ്. പിന്നെ കോഫി, ചായ എടുക്കാൻ വേണ്ടിയിട്ട് ഹോട്ട് ചോക്ലേറ്റ് അങ്ങനെ സംഭവം എടുക്കാൻ വേണ്ടി 2 മെഷീൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതിനകത്ത് നമുക്ക് വേണമെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ എടുക്കാം. ഇത് പുറത്ത് ഒരു ഭംഗിക്ക് വേണ്ടി വെച്ചേക്കുന്നതാണ്. നമ്മുടെ നാട്ടിൽ ഉപ്പിലൊക്കെ ഇട്ടിട്ട് വെച്ചേക്കുന്ന സാധനങ്ങൾ ഉണ്ടാവുമല്ലോ, അതുപോലെ ഇവിടുന്ന് നമുക്ക് എന്ത് വേണമെങ്കിലും എടുത്ത് കഴിക്കാം കേട്ടോ, ഒരു കുഴപ്പമില്ല. ഇത് സെപ്പറേറ്റ് ഒരു കൗണ്ടർ, സെയിം എഗ്ഗിൻ്റെയും സാലഡിൻ്റെ ഒക്കെ ഏരിയ ആണ്. അതിപ്പം എപ്പോഴെങ്കിലും ഭയങ്കരമായിട്ട് ആൾക്കാർ കൂടുന്ന സമയത്ത് വെക്കുന്നതാണ്. കാലത്തെ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് നേരം കിടന്നു, പക്ഷെ ഉറങ്ങാൻ പറ്റുന്നുണ്ടായിരുന്നില്ല, ഉറക്കം തീരെ വരുന്നുണ്ടായില്ല. പിന്നെ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ പോയി. ആ മോളിൽ പോയ വീഡിയോസൊക്കെ നിങ്ങൾ കണ്ടില്ലേ? അങ്ങനെ ഉച്ചയ്ക്ക് പോയി ഭക്ഷണം കഴിച്ചു. ഇപ്പോൾ ഏകദേശം ഒരു 5:30 7 മണിയാകുമ്പോഴാണ് നമ്മുടെ വണ്ടി ഇവിടെ നിന്ന് വരാം. നമുക്ക് 9 മണിക്കാണ് ബോർഡിങ് ടൈം തന്നേക്കണേ, 10 മണിക്ക് ആണ് ഡിപ്പാർച്ചർ. അപ്പോൾ 7 മണിക്ക് ഇവിടെ നിന്ന് നമ്മൾ കൊണ്ടുപോയി. ഏകദേശം ഞാൻ പറഞ്ഞില്ലേ ഒരു 45 മിനിറ്റിന് മേലെയുണ്ട് നമുക്ക് ഇവിടെ നിന്ന് അങ്ങോട്ട് പോകാനായിട്ട്. അപ്പോൾ 6 മണിക്ക് ഡിന്നർ ടൈം തുടങ്ങും. വയറ് ഒട്ടും ഇല്ല, ഫുഡൊന്നും കഴിക്കാനായിട്ട് ഒരു വയറും ഇല്ല. കാലത്ത് ഒരുപാട് കഴിച്ചു. ഉച്ചയ്ക്കും കാലത്തെ ഭക്ഷണമാണ് ഒന്നും കൂടി നല്ലത്. ഉച്ചയ്ക്ക് അത്ര അങ്ങ് ഇഷ്ടപ്പെട്ടില്ല, എങ്കിലും കഴിച്ചു. അതിൻ്റെ വയറധികം ഇല്ല, പിന്നെ കഴിച്ചിട്ട് അധികം നേരമായിട്ടില്ലല്ലോ. അപ്പോൾ വിചാരിച്ചു കുറച്ച് കോഫി കുടിക്കാമെന്ന് വെച്ചാൽ ഇങ്ങനെ നമ്മളൊന്നും ചെയ്യണില്ലല്ലോ, പിന്നെ ഇത്രയും ഫുഡ് കഴിച്ച് നമുക്ക് അങ്ങനെ പരിചയമില്ല. അപ്പം വയറിലൊക്കെ ഇങ്ങനെ ഗ്യാസ് കയറുന്ന പോലെ തോന്നി. ഇപ്പോൾ പിന്നെ ഉറക്കവും ശരിയായില്ല. ഇപ്പോൾ കുറച്ച് നേരത്തെ ഒരു 2 മണിക്കൂർ കിടന്ന് ഉറങ്ങി. പിള്ളേരോട് വിളിച്ച് പറഞ്ഞു ഒരു 2 മണിക്കൂർ അമ്മേനെ വിളിക്കണേന്ന് പറഞ്ഞിട്ട് അവരുടെ അടുത്ത് വിളിച്ച് പറഞ്ഞിട്ട് അങ്ങനെ കിടന്ന് കുറച്ച് നേരം ഉറങ്ങി. അത് കഴിഞ്ഞിട്ട് തലയ്ക്കൊരു വെളിവ് കിട്ടി. നേരത്തെ ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ കിറുങ്ങുമായിരുന്നു, ഉറക്കം വന്നിട്ട് ഛർദ്ദിക്കാനൊക്കെ വരുമായിരുന്നു. അതൊക്കെ ഒന്ന് മാറി. ഇനിയിപ്പം 5:30 കഴിഞ്ഞു. അപ്പോൾ ഒരു 6 മണിയൊക്കെ ആകുമ്പോൾ താഴെ പോയി ഒരു കോഫി കുടിക്കാം. വേറെ ഒന്നും കഴിക്കുന്നില്ല. ഇനിയിപ്പോൾ ഫ്ലൈറ്റിൽ നിന്ന് ഒരു ഫുഡ് എന്തെങ്കിലും തരുമല്ലോ, അപ്പം പിന്നെ എല്ലാം കൂടി ആകുമ്പോൾ അങ്ങ് വയ്യാണ്ടാവും, വയറൊക്കെ അങ്ങ് ഇതാവും. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇനിയിപ്പോൾ വണ്ടി വരുമ്പോൾ അങ്ങോട്ട് പോയി അതിന് നാട്ടിൽ മമ്മിയുടെ അടുത്തൊക്കെ വിളിച്ച് പറയണം. എത്തിക്കഴിഞ്ഞിട്ട് ഇനി മറ്റൊരു വ്ളോഗായിട്ട് നമുക്ക് വേറൊരു ദിവസം കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.